ഇത് മനസ്സിലാവാനായിട്ടല്ല, ഇതൊരു തരം ഫേസ്ബുക്കിൻ്റെ ലോഗിൻ കിട്ടിക്കഴിഞ്ഞാൽ വിരലുകളിൽ വരുന്ന ഒരു പ്രത്യേക തരം രീതിയാണ്. എന്താ പറയുക, എന്ത് പറയണം. നമസ്കാരം, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. നോക്കൂ, ഒരു നാട്ടിൽ ഒരു പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തി മരണപ്പെടുന്നു. മരിക്കുന്ന സമയത്ത് അയാളുടെ വീട്ടിലുള്ള ഭാര്യയും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാവധാനം ഇയാൾ മരണപ്പെട്ടു എന്നുള്ളൊരു ന്യൂസ് നാട്ടിലെല്ലാം പടരുന്നു. വീട്ടുകാർ, കുടുംബക്കാർ, പിന്നെ ആ നാട്ടിലുള്ള ആൾക്കാരും സുഹൃത്തുക്കളും എല്ലാം ആയിട്ട് ഒരുപാട് പേര് അവിടെ തടിച്ചു കൂടുന്നു. അങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടി അവിടെ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു പൂരപ്പറമ്പിലുള്ള ആളുണ്ടായിരുന്നു. അതായത് ഉത്സവത്തിനുള്ള പോലത്തെ അത്രയധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത്ര അധികം ബന്ധമില്ലാത്തവർ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മരണം കൊണ്ട് നേരിട്ട് ബാധിക്കാത്ത പല ആൾക്കാരും അവിടെ ഒത്തുചേരുമ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്ന ആൾക്കാരായതുകൊണ്ട് അവർ തമ്മിൽ പരസ്പരം കുശലം പറയുന്നു. ഈ മരണവീട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂഡ് അവിടെ നിന്ന് മാറുന്ന സിറ്റുവേഷൻ വരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും കയ്യിൽ നിന്ന് മൊബൈൽ ഫോണുണ്ട്. എല്ലാവരും ഫോൺ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഒപ്പം നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ കൂടെ ഫോട്ടോ എടുക്കുന്നു. ഈ ചടങ്ങുകൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും തുടങ്ങുന്നു. അപ്പോൾ ഈ വ്യക്തിയുടെ മരണം കൊണ്ട് നഷ്ടമായിട്ടുള്ള കുടുംബം, ഭാര്യ, മക്കൾ, ഇവർ അത്ര അധികം ഇത് കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒടുവിൽ എല്ലാ ക്ഷമയും നശിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷം ആ മകൻ എണീറ്റ് നിന്നിട്ട് ഉറക്കെ പറയാണ്, ഇത് എൻ്റെ അച്ഛൻ്റെ അവസാന യാത്രയാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് കാണാനുള്ള പരിപാടിയല്ല. ഈ മകൻ ഉറക്കെ വിളിച്ച് പറയാണ്. ഇത് കണ്ട സമയത്ത് ബാക്കിയുള്ള ഈ ചുറ്റുപാടുള്ള സംഭവങ്ങളും കാര്യങ്ങളും, ഇയാളുടെ ഫ്രസ്ട്രേഷനും സംഭവം ഒന്നും ഇതൊന്നും മനസ്സിലാക്കാൻ ആവശ്യമില്ല, ഇതൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ലാത്ത ചില വ്യക്തികൾ ഒക്കെ പറയാം, എന്താ അവൻ്റെ അഹങ്കാരം കണ്ടോ, അവൻ്റെ അച്ഛൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് നമ്മളോട് അവൻ പറയാണ്, എന്താ അവൻ്റെ വർത്തമാനം. ഈ ഒരു കഥ ഞാനിവിടെ പറയാൻ കാരണം, ഈ ഒരു കഥയെക്കുറിച്ച് പറയാൻ കാരണം വെച്ചാൽ, ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ സലീം കുമാർ മരിച്ചതിൻ്റെ കുറച്ച് വിഷ്വൽസ്, ഈ ഫ്യൂണറൽ സമയത്തുള്ള കുറച്ച് വിഷ്വൽസ് കണ്ടു. നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് സലീം കുമാറിൻ്റെ മകൻ ചന്തു വളരെ രോഷത്തോടു കൂടി അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ആൾക്കാരോട്, പ്രത്യേകിച്ച് മീഡിയ എന്ന് പറഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങൾ അല്ല, ഈ പറഞ്ഞ ഫേസ്ബുക്ക് പേജസിലൊക്കെ ചെറിയ കട്ടിങ്സായിട്ട് പ്രത്യേകതരം ക്യാപ്ഷനോട് കൂടി ഇടുന്ന ചില ഓൺലൈൻ മീഡിയക്കാരോട് മെയിൻലി അയാൾ അങ്ങോട്ട് ദേഷ്യപ്പെടുന്ന ഒരു സീന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ വന്നതുകൊണ്ടാണ്, ഒരുപാട് പേര് പറഞ്ഞതിന് ശേഷമാണ് ആ മകന് തന്നെ, നോക്കൂ, അയാളുടെ അച്ഛൻ മരിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത്രയും വിഷമകരമായിട്ടുള്ളൊരു മൂമെൻ്റാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ഊഹിച്ചറിയും. കാരണം 18ാമത്തെ വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എന്താണെന്നത് സിറ്റുവേഷൻ, അച്ഛൻ പോയി, ഇനി അമ്മയാണ്, സഹോദരങ്ങളാണ്, അവർ നോക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലൂടെ ഇങ്ങനെ പോവുമായിരിക്കും. ഈ ഒരു അവസ്ഥയിൽ ഒന്നും മനസ്സിലാക്കാതെ, ഇതൊന്നും വകവയ്ക്കാതെ ചില വ്യക്തികൾ പെരുമാറുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ എത്ര അടക്കി വെച്ച് കഴിഞ്ഞാലും പ്രതികരിച്ച് പോകും. അതേ അവിടെ ചന്തുവും കാണിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ ഈ കഥയിൽ, ഞാൻ ആദ്യത്തെ കഥ പറഞ്ഞ സമയത്ത് ഞാൻ അതിലൊരു കാര്യം പറഞ്ഞു. ഇത് കണ്ട ആൾക്കാർ ഇവനെ കുറ്റം പറഞ്ഞു, എന്താ അവൻ്റെ കഥ. ഈ മാധ്യമങ്ങൾ അവിടെ വന്നിട്ട് ഒപ്പിയെടുത്ത് കൊണ്ടുപോയിട്ടുള്ള വിഷ്വൽസ് അവരവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ ഇട്ട സമയത്ത്, ഫേസ്ബുക്കിനൊരു പ്രത്യേകത ഉണ്ട്. ഫേസ്ബുക്കിനൊരു പ്രത്യേക തരം ഓഡിയൻസ് ഉണ്ട്, പറയാതിരിക്കാൻ വയ്യ. ഫേസ്ബുക്കിലെ ഓഡിയൻസിനെ എത്ര പ്രശംസിച്ചാലും മതി വരില്ല. എല്ലാവരും ഞാൻ പറയില്ല, ചില ആൾക്കാർ അവരുടെ കയ്യിൽ മൊബൈൽ ഡാറ്റ അല്ലാണ്ട് തോന്നിയത് എന്തും എഴുതി വെക്കാം എന്താ അധികാരം പതിച്ചു കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. കാരണം അവർ തൊടാൻ പറ്റില്ലല്ലോ. അവർ പറഞ്ഞു, ഇവൻ കഞ്ചാവാണ്, കഞ്ചാവ് അടിച്ചിട്ടാണ് അച്ഛൻ മരിച്ച ദിവസം വന്നിട്ടുള്ളത്, കള്ള് കുടിച്ചിട്ടാണ് ഇവൻ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇവൻ്റെ അഡ്രസ്സ് എന്താ, സലീം കുമാറിൻ്റെ മകനാന്നുള്ളതാണ്. ഞങ്ങളാണ് സലീം കുമാറിനെ വളർത്തി വലുതാക്കിയത്. എങ്ങനെ 150 രൂപയുടെ ടിക്കറ്റ് എടുത്ത് പടം കണ്ടിട്ട് 4 ആൾ അറിയാത്ത രീതിയിൽ അച്ഛനെ വളർത്തി വലുതാക്കിയ ഞങ്ങളൊരു നോക്ക്, അച്ഛനെ പോകുന്നതിന് മുന്നേ അച്ഛനെ കാണാൻ വന്ന സമയത്ത് ഞങ്ങളോട് ഇവൻ ഇറങ്ങിപ്പോവാന്ന് പറയാൻ, മാറി നിൽക്കാനും പറയാനും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നാണ് ചോദിച്ചത്. അവൻ അത്രയ്ക്ക് വളർന്നോ എന്നാണ് ഫേസ്ബുക്കിൽ രാജാക്കന്മാർ കമൻ്റ് ഇട്ടിരിക്കുന്നത്. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വിഷയമാണ് നോക്കുന്നത്. നിങ്ങൾ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. കുറച്ച് കാര്യങ്ങളുണ്ട് ഫ്യൂണറലിൻ്റെ സമയത്ത് സംഭവിച്ചുള്ളത്. മാത്രമല്ല, അവിടെ CM വന്നു, ചീഫ് മിനിസ്റ്റർ VD സതീശൻ വന്നു, എല്ലാവരും പറയേണ്ട സിറ്റുവേഷൻ വന്നു.
അവസാനം ഗതി കെട്ടിട്ടാണ് ആ മകൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വർത്താനം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ആ ക്ലിപ്പ് ഒന്നുകൂടി പ്ലേ ചെയ്യാം, അതിനുശേഷം അത് പ്ലേ ചെയ്യാറുണ്ട്. പിന്നെ മരണ വീട്ടിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഇപ്പോൾ സലീം കുമാർ മരിച്ചിട്ടിപ്പോൾ അവിടെ ചെന്നിട്ട് ആ ഭൗതിക ശരീരം കാണാൻ ഒരുപാട് പേര് പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരു വിഭാഗം, ഒരു പ്രത്യേക വിഭാഗം ഇങ്ങനത്തെ ചടങ്ങുകൾക്കൊക്കെ പോകുന്നത് അവിടെ വരുന്ന സെലിബ്രിറ്റീസിനെ കാണാനും അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും റീലിടാനും അവരുടെ കൂടെ യാതൊരു ഔചിത്യ മര്യാദയില്ലാതെ സെൽഫി എടുക്കാനും കൂടിയാണ്. ഞാൻ അതും കാണിച്ചു തരാം. അപ്പം അങ്ങനത്തെ ഒരു പ്രതിഭാസം ഇന്ന് മൊത്തം സോഷ്യൽ മീഡിയ, എസ്പെഷ്യലി ഫേസ്ബുക്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ആദ്യം ചന്തുവിൻ്റെ ആ ഒരു പ്രതികരണം. ഈ ഒരു വിഷ്വൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സലീം കുമാറിനോട് സ്നേഹമുണ്ടെന്ന് കരുതി അത് മുതലെടുത്ത് TV മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ കാണാം എന്നുള്ള ധാരണയിൽ തള്ളിക്കയറാൻ വന്നവരെ, എന്നിട്ടും മാന്യമായി പറഞ്ഞിട്ടും അനുസരിക്കാത്തവരെ പ്രതികരിച്ചു പോയി. അവന് തന്തയ്ക്ക് പറഞ്ഞതായതുകൊണ്ട്. ഇങ്ങനെ എഴുതുന്നവർക്കിടയിൽ ചില ആൾക്കാരുണ്ട്, അച്ഛൻ മരിച്ചാലും അഹങ്കാരത്തിന് കുറവുണ്ടോ? ഇതാണ് തലമുറ. ജനങ്ങൾ കഴുതകളായിട്ട് ഇവരെ പടങ്ങൾ തിയേറ്ററിൽ വന്ന് നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ കണ്ടു. ഇവരെ തീറ്റിപ്പോറ്റി വളയുണ്ടാക്കുന്നു. അതിൻ്റെ ഉച്ഛിഷ്ടം തിന്ന് ഇവനെപ്പോലെ ഇവരുടെ മക്കളെപ്പോലെ വളർന്ന് പിന്നീട് ഒരു നോക്ക് കാണണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് വന്ന ജനങ്ങളെ കാണുമ്പോൾ ഇവരുടെ മക്കൾ പട്ടി കുരയ്ക്കുന്നോണം കുരയ്ക്കുന്നു. ഇതുകൊണ്ടാണ് പറയുന്നത് ജനങ്ങൾ കഴുതകളാണ്, കുറച്ചൊന്നുമല്ല അഹങ്കാരം. അച്ഛനോടുള്ള ആധാരമല്ല മോനെ, ആദരം കാരണമാണ് ജനങ്ങൾ ഇങ്ങനെ വന്നത്. മോനെ, എൻ്റെ പൊന്നു മോനെ, ഇതൊക്കെ ഭാഗ്യമായി കരുതൽ. എത്ര പേരും ആരും കാണാൻ വരാതെ വെറുതെ കൊണ്ടടക്കുന്നു. അതിൽ കുറച്ചൊക്കെ സിനിമ ഫീൽഡിലുള്ളവരെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ചന്തു അവിടെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിച്ചിട്ടുള്ളത് ഓൺലൈൻ മീഡിയനോടാണ്. ശരിയാണ്, ഈ ഓൺലൈൻ മീഡിയ ഉള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇവർ എല്ലാ സ്ഥലത്തും ഇടിച്ചു കയറി ചെല്ലുന്ന കാരണം കൊണ്ട് തന്നെയാണ് നമുക്കൊക്കെ കാണാനുള്ളത്. പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ സിറ്റുവേഷനും സോഷ്യൽ മീഡിയയിലുള്ള ഈ ഡിസ്കഷനും കാണുന്ന സമയത്ത് ഇതിലൊരു ചേഞ്ച് വരാതിരിക്കില്ല എനിക്കെന്ന് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് പറയുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് CM ഒക്കെ അവിടെ വന്നു, PD സതീശൻ അവിടെ വന്ന സ്ഥിതിക്കും അവിടുത്തെ പ്രശ്നങ്ങൾ ഡയറക്റ്റായിട്ട് കണ്ട സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ ഇതിലൊരു ചേഞ്ച് വന്നുകൂടായില്ല. എടോ, നിൻ്റെ അച്ഛൻ്റെ ചടങ്ങ് കഴിയുമ്പോൾ ആൾക്കാർ തനിയെ മടങ്ങിപ്പോവും. നീ അടിച്ചിറക്കേണ്ടത്. അയാൾ എന്ത് അർത്ഥത്തിലാണ് ഇത് ചെയ്തത് എന്നുള്ളത് ഇത് മനസ്സിലാവാനായിട്ടല്ല. ഇതൊരു തരം ഫേസ്ബുക്കിൻ്റെ ലോഗിൻ കിട്ടിക്കഴിഞ്ഞാൽ വിരലുകളിൽ വരുന്ന പ്രത്യേക തരം രീതിയാണ്. ഇത് മീഡിയനോടാണ്. ഒരു വിധം അത്ര അധികം ഗതി കെട്ടിട്ടാണ് അങ്ങനത്തെ ഒരു വർത്താനം അവിടെ പറയേണ്ട സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. ഇനി ഞാൻ വേറൊരു ഐറ്റം കാണിച്ചു തരാം. നമ്മൾ ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. മരണ വീട്ടിൽ തമാശ പറഞ്ഞിട്ടുള്ള ആരായിരുന്നു അത്? ഒരു ലേഡി, ഒരു നടി. ഞാനൊരു സീന് കാണിച്ചു തരാം കേട്ടോ. സലീം കുമാറോട് ഇതിപ്പോൾ ഈ മരണം കൊണ്ട് ഏറ്റവും നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്കും ഭാര്യയ്ക്ക് അച്ഛനമ്മ അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്കൊന്നും ഒന്നുമില്ല. അല്ലാത്തവരൊക്കെ കാഴ്ചക്കാരാണ്, അല്ലെങ്കിൽ ആ ഒരു മര്യാദയുടെ പേരിൽ വരിക. അല്ലാത്തവരുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ കണ്ടതിന് ശേഷം നിങ്ങൾ പറയും ഇവർ ചെയ്ത് ശരിയായോ? മരണ വീടാണ് കേട്ടോ. അവർ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. വെച്ചിട്ട് എല്ലാവരും കരയണം എന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും എന്താ പറയുക, എന്ത് പറയണം? ഇത്രയൊക്കെ കാര്യമായിട്ട് ആ ബോഡി അവിടെ കിടത്തിയതിൻ്റെ സൈഡിൽ നിന്നാണ് ഡിസ്കഷൻ എന്നാണ് മനസ്സിലാവുന്നത്. എന്ത് പറയും അല്ലേ? ഇനി അടുത്ത ഒരു സാധനം കൂടി കാണിച്ചു തരാം. ദിലീപും രാഹുൽ മാങ്കൂട്ടവും വന്ന സമയത്ത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു സാധനമുണ്ട്. ഒരുപാട് ആൾക്കാരൊന്നും വരുന്നത്
ഒരിക്കലും ഈ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടില്ല. അവിടെ വരുന്ന സെലിബ്രിറ്റീസിൻ്റെ കൂടെ നിന്നിട്ട് സെൽഫി എടുക്കാനാണ്. അവൻ്റെ ആ മുഖം ശ്രദ്ധിക്കണം കേട്ടോ. ആ സെൽഫി എടുക്കുന്നവൻ്റെ സന്തോഷം, അവൻ്റെ സാറ്റിസ്ഫാക്ഷൻ. നിന്നൊക്കെ എന്താടാ പറയുക, നിൻ്റെയൊക്കെ ഇവനൊക്കെ എന്താ പറയല്ലേ? ഒരു മിനിമം ബെയർ മിനിമം മര്യാദ എന്നൊരു സാധനമല്ലേ, ഒരു ഔചിത്യബോധം. വളരെ നമ്മൾ മനുഷ്യന്മാരല്ല, നമ്മൾ മനുഷ്യരല്ലേ അല്ലേ, മൃഗങ്ങളെ അല്ലല്ലോ. എനിക്ക് തോന്നുന്നു മൃഗങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പരിപാടികൾ കാണിക്കില്ല. ഒരു മിനിമം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ഇതാണ്, എന്നാണ് മനുഷ്യന് ഇനി മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. പിന്നെ അപ്പോൾ ശരി തന്നെയാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മീഡിയ എല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. കാണാൻ പലർക്കും താല്പര്യങ്ങളുണ്ടായിരിക്കാം. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കോണ്ടൻറ്റ് തന്നെയാണ്. ഡെഫിനറ്റ്ലി ഇതിനൊരു ലിമിറ്റ് വെച്ച് ചെയ്യണം. അവരുടെ പ്രൈവസി മാനിക്കണം, ആ കുടുംബത്തിൻ്റെ വികാരം മാനിക്കുക, ആ കുടുംബത്തിൻ്റെ വിഷമത്തിൽ പങ്കു ചേർന്നുകൊണ്ട് എന്നൊരു പരിപാടി ഉണ്ട് അല്ലേ. കുടുംബത്തിൻ്റെ ആ ഒരു കുടുംബത്തിൻ്റെ മക്കളുടെയും ഇവരൊക്കെ വിഷമത്തിൽ പങ്കു ചേർന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു ഇതുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ ഈ സെലിബ്രിറ്റീസാണ്, ഡെഫിനറ്റ്ലി അവരെ കാണാനും കേൾക്കാനും അങ്ങനത്തെ സംഭവമൊക്കെ ആവും, മീഡിയ വരും, അവരുടെ ജോലിയാണ്, എല്ലാം സത്യമാണ്. പക്ഷെ അതിൽ കുടുംബത്തിൻ്റെ വിഷമത്തിൽ പങ്കു ചേർന്നുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഫ്യൂച്ചറിലും ഇതുകൊണ്ട് കഴിഞ്ഞുകൂടി പോകണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നൊരു സംഭവം കാണാം. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് പാർട്ട് എന്താണെന്നറിയോ, ഈ എടുക്കുന്ന ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ഒന്നും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ കഴിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇവിടെയൊക്കെ പേജുകളിൽ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് ഇത് ഇടുക. കാരണം വെച്ചാൽ എവിടെയാണ് ഈ ക്രൂഷ്യൽ പോയിന്റിൽ കട്ട് വരുത്തേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ കാണുന്ന സമയത്ത് ഒരുപാട് പേർക്ക് തോന്നിപ്പോവും ഇവൻ ചൂടാവുന്ന ആ ഒരു വീഡിയോ ആണ് ആദ്യം വന്നിട്ടുള്ളത്. മറ്റുള്ള വീഡിയോസൊക്കെ വരുന്നതിന് മുന്നേ സലീം കുമാറിൻ്റെ മകൻ ചന്തു സലീം കുമാർ ചൂടാവുന്ന വീഡിയോ ആണ് ആദ്യം വന്നത്. അത് കണ്ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിനാണ് ഏറ്റവും കൂടുതൽ റീച്ചും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്കൊന്നും അറിയില്ല. പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, ആൾക്കാർക്ക് ഇതൊന്നും അറിയണ്ട. കയ്യിൽ മൊബൈൽ ഫോണും ഫേസ്ബുക്കിൻ്റെ ലോഗിനും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ പടച്ചോൻ, നമ്മൾ തന്നെ എല്ലാ പരിപാടിയും അങ്ങോട്ട് അടിക്കണേ. അതിന് ഒരു ദയയും ദാക്ഷിണ്യമൊന്നുമില്ല. നമുക്ക് പറ്റാത്ത ഒരു സംഗതി, അതായത് എനിക്ക് യോജിപ്പില്ലാത്ത അല്ലെങ്കിൽ എനിക്ക് സ്ലൈറ്റ്ലി എങ്കിലും ഒരു യോജിപ്പ് തോന്നാത്തൊരു സംഭവം ആരെങ്കിലും കാണിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ മാത്രം കാണുന്നൊരു സംഭവമാണ് അങ്ങേയറ്റം മോശമായിട്ടുള്ള ഭാഷയിൽ പറയുക. ഇതൊന്നും വെച്ചാൽ ഐഡൻറ്റിറ്റി ഇല്ല എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട കേസ് എന്താ വെച്ചാൽ ഈ കേൾക്കുന്നവന് മറ്റുള്ളവർക്കൊക്കെ അതിൻ്റെ അനുസരിച്ച് മറുപടി തിരിച്ച് പറയാൻ അറിയേണ്ടതില്ല. ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലാട്ടോ. ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം ഇപ്പം 3-4 കൊല്ലമായി ഇപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. നമ്മളെല്ലാം നോക്കുന്ന സമയത്ത് ഫേസ്ബുക്കിലെ ട്രെൻഡുകൾക്ക് ഒരു ലെവലും ഇല്ല, പറയാതിരിക്കാൻ വയ്യ. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.